ഹലോ, ഇന്ന് നമുക്ക് പോച്ചർ എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ കഥ നോക്കിയാലോ. ഒന്നും രണ്ടും എപ്പിസോഡ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഒരു ആനയാണെങ്കിലോ കൊമ്പുകൾ നഷ്ടപ്പെട്ട് ചത്തഴുകി കിടക്കുകയാണ്. മറ്റൊരു വശത്ത് മാലയും അലനും ചേർന്ന് റാസിന്റെ കാമുകിയുടെയും സഹോദരിയുടെയും വീട് കണ്ടെത്തി. അക്കാര്യം നീലിനോട് പറയുകയാണ്. ഓരോ ചുവടും നമ്മൾ സൂക്ഷിച്ചു വെക്കണം, ഇല്ലെങ്കിൽ റാസ് രക്ഷപ്പെടുമെന്ന് അവർക്കറിയാം. ആയതിനാൽ ഒരുമിച്ച് റെയ്ഡ് നടത്തുവാനും അവർ തീരുമാനിക്കുന്നു. മീഡിയയിലൊക്കെ വലിയ ചർച്ചയായതിനാലും മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉള്ളതിനാലും ഈ വിവരങ്ങളെല്ലാം മറച്ചു വെക്കുവാനായി അവർ തീരുമാനിക്കും. അതിനുശേഷം നീലാണെങ്കിൽ തന്റെ ബോംബെയിലുള്ള ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിക്കും. ആർട്ട് ഗാലറി നടത്തുന്ന പൂനം വർമ്മയെയും റാസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രവി ഡോണിനെ കണ്ടെത്താനാകാത്തതിനാൽ രവി ഡോണിന്റെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എടുക്കുവാനായും പറയും. കാരണം രവി ഡോൺ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. കൂടാതെ തിരുവനന്തപുരത്തെ രവി ഡോണിന്റെ വീട് നിരീക്ഷിക്കുവാനായിട്ടാലും ആളിനെ ഏർപ്പാടാക്കുന്നു. അങ്ങനെയിരിക്കെ അലനാണെങ്കിലും വീട്ടിലേക്ക് പോകും. മകന്റെ സ്കൂളിലെ PTA മീറ്റിംഗിന് വരുമോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ കുറച്ച് ബിസിയാണെന്ന് അലൻ പറയുകയാണ്. ഭാര്യയ്ക്ക് നല്ല സംശയമുണ്ടാകുന്നു. അവൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ പാമ്പിനെ പറ്റിയും അതിന്റെ പൊത്തിനെ പറ്റിയും ഒക്കെയുള്ള പഠനം നടക്കുകയാണ്. ഉറക്കമൊഴിഞ്ഞിരുന്നാണ് നിരീക്ഷിക്കുന്നതെന്നും അലൻ പറയും. എന്നാൽ ഭാര്യയ്ക്കാകട്ടെ അവനെ എന്തോ സംശയം തോന്നുന്നു. അവൻ എന്തൊക്കെയോ ഒളിപ്പിക്കുകയാണോ, അവന് മറ്റെന്തെങ്കിലും അഫെയർ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം അവൾക്കുണ്ടാകുന്നു. അന്ന് രാത്രിയായിരുന്നു റാസിന്റെ കാമുകിയുടെയും സഹോദരിയുടെയും വീട് റെയ്ഡ് ചെയ്യുവാനായി തീരുമാനിച്ചത്. മാലയുടെ കോൾ വന്നതും അലൻ ഫോണും എടുത്ത് ആരും അറിയാതെ ഇറങ്ങിപ്പോകുന്നു. അതെല്ലാം ഭാര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. തീരുമാനിച്ചുറപ്പിച്ച സമയം തന്നെ കാമുകിയായ ഭാരതിയുടെ വീട്ടിലെത്തി ഡോറിൽ മുട്ടും. ഭാരതിയുടെ ഭർത്താവാണ് കതക് തുറന്നത്. ഞങ്ങൾ ഫോറസ്റ്റിൽ നിന്നാണെന്ന് പറയുമ്പോൾ നിങ്ങൾ റാസിനെ അന്വേഷിച്ച് വന്നതല്ലേ എന്നയാൾ ചോദിക്കും. അതെ, നിങ്ങൾക്കെങ്ങനെ റാസിനെ അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കാണ് പരിചയം. ഇവളോട് ഞാൻ അവനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവൾ കേൾക്കില്ല എന്ന് ഭർത്താവ് പറയും. അങ്ങനെ മാല ഭാരതിയെ ചോദ്യം ചെയ്യുമ്പോഴോ റാസിന്റെ പകുതി ആണത്തം അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനോടൊപ്പം പോകില്ലായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. നിങ്ങൾ റാസിനെ അവസാനമായി എന്നാ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരാഴ്ച മുമ്പാണെന്ന് അവൾ മറുപടി പറയും. ഈ കുട്ടികൾ റാസിന്റേതാണോ എന്ന് മാല ചോദിക്കുമ്പോൾ 2 കുട്ടികളിൽ പെൺകുട്ടി റാസിന്റേതാണ്, അത് ഭർത്താവിന് അറിയില്ലെന്നും ഭാരതി പറയുന്നു. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് പോവുകയാണ്. മറ്റൊരു ടീം റാസിന്റെ സഹോദരിയുടെ വീട്ടിലെത്തി റെയ്ഡ് നടത്തുകയാണ്. പുറത്തു പോയിരുന്ന സഹോദരിയുടെ മകൻ അത് കണ്ടുകൊണ്ടുവരും. അവൻ നേരെ പോയി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിക്കും. എന്നാൽ മറ്റുള്ളവരെ പോലീസ് സ്റ്റേഷനിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. ഭാരതിയെ ചോദ്യം ചെയ്യുമ്പോൾ റാസിനെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് അവൾ പറയുന്നു. വലിയൊരു തോക്കുമായി ആനക്കൊമ്പ് കൊണ്ട് കാടിറങ്ങി വരുന്ന റാസിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. റാസ് സഹോദരിയെ കാണാൻ വരുമ്പോഴെല്ലാം എന്നെയും കാണാൻ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം വളർന്നു. അതിൽ ജനിച്ച കുഞ്ഞാണ് എൻ്റെ ഇളയ മകളെന്നും അവൾ പറയും. റാസ് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയാൻ തയ്യാറാകില്ല. എന്നാൽ മാലയാണെങ്കിലോ നീ അകത്തായാൽ നിന്റെ കുട്ടികൾ വഴിയാധാരമാകുമെന്ന് പറയുമ്പോൾ അത് കേട്ട് പേടിച്ച ഭാരതി റാസ് ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ ഏതോ എസ്റ്റേറ്റിലുണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നും പറയും. റാസിന്റെ സഹോദരിയെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ എവിടെയാണെന്നറിയില്ല, വല്ലപ്പോഴും വരുമ്പോൾ കാണുന്നത് തന്നെ എന്ന് പറയുകയാണ്. അതിനുശേഷം മാലയ്ക്ക് ഒരു കോൾ വരും. അത് പഞ്ചായത്ത് പ്രസിഡന്റേതായിരുന്നു. റാസിന്റെ സഹോദരിയുടെ മകൻ എന്നോടൊപ്പമുണ്ട്, അവനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, അവനോട് കുറച്ച് കാര്യം ചോദിച്ചറിയണം, അതിനവനെ വിട്ടുതരണമെന്നും മാല പറയും. എങ്കിൽ പ്രസിഡന്റ് പറയുന്നിടത്ത് ഒറ്റയ്ക്ക് വരുവാനായും പറയുകയാണ്. അങ്ങനെ പ്രസിഡന്റ് പറയുന്ന സ്ഥലത്തേക്ക് മാല ഒറ്റയ്ക്ക് പോകുവാനായും തയ്യാറാകുന്നു. സഹോദരിയുടെ മകനായ ലാലാണെങ്കിലും തന്റെ അച്ഛനെയും അമ്മയെയും പറ്റി പേടിയുണ്ട്, അതിനാലാണ് സഹകരിക്കുന്നതെന്നും പറഞ്ഞ് മാലയുടെ കാറിൽ കയറും. റാസിനെ പറ്റി മാല തിരക്കുമ്പോൾ അയാളുടെ വേട്ടയിലുള്ള കഴിവ് കണ്ട് എനിക്ക് അയാളോട് വളരെ ബഹുമാനമാണെന്നവൻ അഭിമാനത്തോടെ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന മാലയാണെങ്കിലോ നിന്റെ ഈ മാമന് ആനകളെ വെടിവെച്ച് കൊല്ലുന്നത് എന്ത് ഇഷ്ടമാണെന്നോ, അതിന്റെ കണ്ണിൽ നിന്നും ജീവൻ പോകുമ്പോൾ അതിന്റെ ദേഹത്ത് കയറി നിൽക്കുമെന്നൊക്കെ പറയും. അതൊന്നും എനിക്കറിയില്ല. മാമൻ ഇപ്പോൾ ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ ഒരു പൈനാപ്പിൾ എസ്റ്റേറ്റിലുണ്ട്, അവിടെ ജോലിക്കാരനാണ്. മാമന് ഭാരതിയിൽ ജനിച്ച കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമാണ്. അതിനാൽ കുട്ടിയെ കാണാൻ വരാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതെന്റെ സിസ്റ്റത്തിൽ ഉണ്ടെന്നും അവൻ പറയുന്നു. അതെല്ലാം മാലയുടെ ഫോണിൽ കൂടി അലനും നീലും കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അവർ ശ്യാമിന്റെ വീട്ടിലെത്തി സിസ്റ്റത്തിൽ നിന്നും ടിക്കറ്റ് എടുക്കും. അത് രാവിലെ 10 മണിക്ക് എത്തുന്ന സാഗർ എക്സ്പ്രസ് ആണ്. അതറിഞ്ഞതിനാൽ ട്രെയിനിൽ വെച്ച് തന്നെ പിടികൂടുവാനായി പോലീസ് തീരുമാനിക്കും. ട്രെയിൻ പരിശോധിക്കുമ്പോൾ റാസ് അതിലില്ല. റാസ് എവിടെ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ അവൻ ആ എസ്റ്റേറ്റിൽ തന്നെ കാണുമെന്നവർക്ക് സംശയം തോന്നി. അങ്ങനെ നീലാണെങ്കിൽ മഹാരാഷ്ട്ര ബോർഡറിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എസ്റ്റേറ്റിൽ പോയി അന്വേഷിക്കുവാനായി പറയും. അതേസമയം തന്നെ അലനെ ഭാര്യ മകന്റെ സ്കൂളിൽ പോകുവാനായി ഫോൺ വിളിക്കും.
എന്നാൽ ആ എസ്റ്റേറ്റിൽ പോയി നോക്കിയ പോലീസ് ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. റാസ് അവിടെ ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു നിൽക്കുകയാണ്. അത് നീലും കൂട്ടരും അറിയും. അങ്ങനെ അവർ അത്രയും നാൾ അന്വേഷിച്ച് നടന്ന പ്രതി മരിച്ചിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തോടെ മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.